പശ്ചിമേഷ്യ വീണ്ടും കത്തുകയാണ്. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഉണ്ടാക്കിയ താൽക്കാലിക വെടിനിർത്തൽ അല്ലെങ്കിൽ സീസ് ഫയർ പൂർണ്ണമായി തകർത്തുകൊണ്ട് ഇസ്രായേലും ഇറാനും തമ്മിൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ മിസൈൽ പോരാട്ടമാണ് നടത്തിയത്. എന്നാൽ ഈ യുദ്ധക്കളത്തിലേക്ക് ഒരു മാസ് എൻട്രി നടത്തിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ടു കൂട്ടർക്കും ഒരൊറ്റ വാർണിംഗ് കൊടുത്തിരിക്കുകയാണ്. സ്റ്റോപ്പ് ഷൂട്ടിംഗ് ഇമ്മീഡിയറ്റ്ലി, അതായത് ഇപ്പോഴത്തെ ഈ ഒരു കളി നിർത്തി ചർച്ചയ്ക്ക് വരണമെന്നും അതുമാത്രമല്ല 2 ആഴ്ചയ്ക്കുള്ളിൽ താൻ ഇറാനെതിരെ ടോട്ടൽ വിക്ടറി, അതായത് സമ്പൂർണ്ണ വിജയം പ്രഖ്യാപിക്കുമെന്നും ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. സാധാരണ ഇസ്രായേൽ എന്ത് ചെയ്താലും കൂടെ നിൽക്കുന്ന അമേരിക്ക ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന് ഒരൊറ്റ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ്. ബിബി, യു വിൽ ബി ഓൺ യുവർ ഓൺ, അതായത് ഇറാനെ വീണ്ടും ആക്രമിക്കാൻ പോയാൽ നീ ഇനി തനിയെ അനുഭവിച്ചോ, സഹായിക്കാൻ അമേരിക്കയെ കൂട്ടണ്ട എന്ന്. നെതന്യാഹുവിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച ആ ഫോൺ കോളിന് പിന്നിൽ എന്താണ് സംഭവിച്ചത്? ഇസ്രായേലും ഇറാനും തമ്മിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ നടന്ന ആ മിസൈൽ യുദ്ധത്തിന്റെ സത്യാവസ്ഥ എന്താണ് നോക്കാം. ആദ്യം തന്നെ കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ അവിടെ എന്താണ് സംഭവിച്ചത് എന്നൊന്ന് നോക്കാം. ഈ പുതിയ പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടത് ജൂൺ 7 ഞായറാഴ്ചയാണ്. വടക്കൻ ഇസ്രായേലിന് നേരെ ഹിസ്ബുള്ള നടത്തിയ റോക്കറ്റ് ആക്രമണത്തിന് മറുപടിയായിട്ട് ഇസ്രായേൽ ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിലെ ജനവാസ മേഖലകളിൽ കനത്ത രീതിയിൽ വ്യോമാക്രമണം നടത്തി. ഇതിൽ 2 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ബെയ്റൂട്ടിലെ ആക്രമണം ഇറാന്റെ എല്ലാ നിയന്ത്രണങ്ങളും തെറ്റിച്ചു. മണിക്കൂറുകൾക്കകം IRGC ഇസ്രായേലിന് നേരെ 30ഓളം ബാലിസ്റ്റിക് മിസൈലുകളാണ് തൊടുത്തുവിട്ടത്. ഇതിനെ അവർ ഓപ്പറേഷൻ നസർ എന്നാണ് വിളിച്ചത്. ഇസ്രായേലിലെ പ്രമുഖ വ്യോമസേനാ താവളമായ റാമത്ത് ഡേവിഡ് ലക്ഷ്യമാക്കിയായിരുന്നു ഇറാന്റെ മിസൈലുകൾ പാഞ്ഞെത്തിയത്. മാസങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഇറാൻ നേരിട്ട് ഇസ്രായേലിന് നേരെ ബാലിസ്റ്റിക് മിസൈലുകൾ അയക്കുന്നത്. ഇതിന്റെ ഭയത്തിൽ വടക്കൻ ഇസ്രായേൽ മുഴുവൻ എയർ റെയ്ഡ് സൈറണുകൾ മുഴങ്ങി ജനങ്ങൾ ബങ്കറുകളിലേക്ക് ഒളിച്ചു. പക്ഷേ ഇസ്രായേൽ അവിടെയും നിർത്തിയില്ല. അവർ തിരിച്ചും ഇറാന്റെ ഉള്ളിലേക്ക് വ്യോമാക്രമണം നടത്തി. ഇറാന്റെ എയർ ഡിഫൻസ് സിസ്റ്റങ്ങളും ഒരു പെട്രോകെമിക്കൽ കോംപ്ലക്സും ഇസ്രായേൽ തകർത്തു എന്നാണ് റിപ്പോർട്ട്. ഇതിന് തൊട്ടുപിന്നാലെ യമനിലെ ഹൂതികളും ഇസ്രായേലിന് നേരെ മിസൈലുകൾ തൊടുത്തുവിട്ടു. ചുരുക്കത്തിൽ മിഡിൽ ഈസ്റ്റ് ഒരു കംപ്ലീറ്റ് വാർ അല്ലെങ്കിൽ ഒരു വൻ ആഗോള യുദ്ധത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കാര്യങ്ങൾ കൈവിട്ടു പോകുന്നുവെന്ന് കണ്ടപ്പോഴാണ് ഡൊണാൾഡ് ട്രംപ് സീനിലേക്ക് വരുന്നത്. ട്രംപ് ഉടൻ തന്നെ നെതന്യാഹുവിനെ ഫോണിൽ വിളിച്ചു. പ്രമുഖ മാധ്യമങ്ങളായ അൽ ജസീറയും ആക്സിയോസും പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം ട്രംപ് നെതന്യാഹുവിനോട് വളരെ രൂക്ഷമായിട്ടാണ് സംസാരിച്ചത്. ട്രംപ് പറഞ്ഞത് ഇങ്ങനെയാണ്: ബിബി, യു ബെറ്റർ ബി കെയർഫുൾ ഓർ യു വിൽ ബി ഓൺ യുവർ ഓൺ വെരി സൂൺ. ട്രംപ് എന്താണ് ശരിക്കും ഉദ്ദേശിച്ചത്? ഇറാനുമായിട്ടൊരു വലിയ സമാധാന കരാറിന് ട്രംപ് മാസങ്ങളായിട്ട് ശ്രമിക്കുകയാണ്. പാകിസ്ഥാൻ വഴി US-ഉം ഇറാനും തമ്മിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. ട്രംപിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ ഈ ഡീൽ ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ്. എന്നാൽ ഇസ്രായേൽ ഇറാനെ വീണ്ടും പ്രകോപിപ്പിച്ചാൽ ഈ സമാധാന ചർച്ചകൾ പൂർണ്ണമായി തകരും. അതുകൊണ്ട് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി അമേരിക്കയുടെ പ്ലാൻ തകർക്കരുത് എന്ന് ട്രംപ് നെതന്യാഹുവിന് ലാസ്റ്റ് വാർണിംഗ് നൽകിയിരിക്കുകയാണ്. നെതന്യാഹു അല്ല, ഞാനാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന് ട്രംപ് വ്യക്തമാക്കി കഴിഞ്ഞു. അങ്ങനെ ട്രംപിന്റെ ഈ ഒരു കടുത്ത വാർണിംഗ് നെതന്യാഹുവിനെ ശരിക്കും പ്രതിരോധത്തിലാക്കി. ഇനി ദി ടൈംസ് ഓഫ് ഇസ്രായേൽ പുറത്തുവിട്ട ഒരു ഞെട്ടിക്കുന്ന വിവരമുണ്ട്. കഴിഞ്ഞ ദിവസം ഇറാന്റെ ഉള്ളിലേക്ക് ഒരു വമ്പൻ വ്യോമാക്രമണം നടത്താൻ ഇസ്രായേൽ എല്ലാം സെറ്റ് ചെയ്തിരുന്നു. ഇസ്രായേലിന്റെ F-35 യുദ്ധവിമാനങ്ങൾ ബോംബുകളുമായിട്ട് റൺവേയിൽ ടേക്ക് ഓഫിന് തയ്യാറായി നിൽക്കുകയായിരുന്നു. എന്നാൽ കൃത്യം ആ സമയത്താണ് ട്രംപിന്റെ ഫോൺ കോൾ വരുന്നത്. ഇനി മുന്നോട്ട് പോയാൽ US പിന്തുണ ഉണ്ടാകില്ല എന്ന ഭീഷണി വന്നതോടെ നെതന്യാഹുവിന് ആ വൻ സൈനിക നീക്കം അവസാന നിമിഷം റദ്ദാക്കേണ്ടി വന്നു. തുടർന്ന് നെതന്യാഹു രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾ തൽക്കാലത്തേക്ക് നിർത്തുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എങ്കിലും ഇസ്രായേലിന് സ്വയം പ്രതിരോധിക്കാൻ അവകാശമുണ്ട് എന്നും ഇറാൻ ഇനിയും കളിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും നെതന്യാഹു മുന്നറിയിപ്പ് നൽകി. എന്തുകൊണ്ടാണ് അമേരിക്ക പെട്ടെന്ന് ഇത്രയും കടുത്തൊരു നിലപാട് എടുത്തത്? ഇതിന് പിന്നിൽ വലിയൊരു ഇക്കണോമിക്സ് ഉണ്ട് എന്ന് പറയണം. ഇറാൻ തങ്ങളുടെ ഏറ്റവും വലിയ ആയുധമായ ഹോർമുസ് കടലിടുക്ക് ഉപരോധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. ലോകത്തെ എണ്ണക്കപ്പലുകളുടെ പ്രധാന പാതയാണിത്. ഇത് ബ്ലോക്ക് ആയാൽ ലോകം മുഴുവൻ എണ്ണവില കുതിച്ചുയരും. വലിയ സാമ്പത്തിക തകർച്ചയുണ്ടാകും. ട്രംപിന് അത് താങ്ങാൻ കഴിയില്ല. അതുമാത്രമല്ല, ഇറാന്റെ ടോപ്പ് നെഗോഷിയേറ്റേഴ്സ് വ്യക്തമാക്കിയത് അമേരിക്കൻ സൈനിക ക്യാമ്പുകൾ തങ്ങളുടെ പരിധിയിലുണ്ട് എന്നാണ്. യുദ്ധം മുറുകിയാൽ US ബേസുകൾ ആക്രമിക്കപ്പെടുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ത്യ തങ്ങളുടെ പൗരന്മാരോട് ഇറാൻ വിടാനായിട്ട് അടിയന്തരമായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇനി മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ താൽക്കാലികമായ ഒരു ശാന്തത വന്നിട്ടുണ്ടെങ്കിലും ഇത് കൊടുങ്കാറ്റിന് മുൻപുള്ള ഒരു ശാന്തതയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ട്രംപിന്റെ ഈ ഒരു സമ്മർദ്ദത്തിന് വഴങ്ങി നെതന്യാഹു തൽക്കാലം യുദ്ധം നിർത്തിയെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഇത് വീണ്ടും പൊട്ടിത്തെറിക്കാം. കാരണം 2 കൂട്ടരും തങ്ങളുടെ വിരലുകൾ തോക്കിന്റെ ട്രിഗറിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അമേരിക്ക ശരിക്കും ഇസ്രായേലിനെ കൈവിടുമോ അതോ ഇതൊരു താൽക്കാലിക രാഷ്ട്രീയ നാടകമാണോ? ട്രംപ് പറയുന്നത് പോലെ അടുത്ത 2-3 ദിവസങ്ങൾക്കുള്ളിൽ ഒരു വലിയ സമാധാന കരാർ ഉണ്ടാകുമോ? അതോ നെതന്യാഹു വീണ്ടും കളം മാറ്റുമോ എന്ന് വരും മണിക്കൂറുകളിൽ അറിയാം. എണ്ണവില ലോക മാർക്കറ്റിൽ ഇപ്പോൾ തന്നെ 5% ഉയർന്നു കഴിഞ്ഞു. ഈ യുദ്ധം ലോക സാമ്പത്തിക രംഗത്തെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന് വരും ദിവസങ്ങളിൽ കാണാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.